Hello, everyone. Today we are going to discuss about the famous data structure Q. You know what about Q? We want to discuss about today. The contents are what is just introduction of Q, then after operations on Q, then array representation of Q. Then we can represent a Q in two way. First, linked list. Then after that, after the representation of queue, we want to discuss what are the different types of queues. There are existing three different types of queues: circular queue, DQ, and priority queue. Then there exist some applications of queue that also we can discuss. Okay, let's start. Firstly, what is mean by a data structure? A data structure means it is a particular way of organizing data in a computer so that it can be used efficiently. നിങ്ങൾക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ഒരു ഡാറ്റ യൂസ് ചെയ്യണമെങ്കിൽ അതിന് ആദ്യം എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം. ഇൻ എ കമ്പ്യൂട്ടറിൽ അതിന് എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം. അതിനുള്ള ഒരു പർട്ടിക്കുലർ വേ ആണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓരോ ആപ്ലിക്കേഷനും ഡിഫറെന്റ് കൈൻഡ് ആപ്ലിക്കേഷൻസിന് ഡിഫറെന്റ് കൈൻഡ് ഡാറ്റ സ്ട്രക്ചർ സ്യൂട്ട് ആവുന്നതാണ്. ഓക്കെ, then we can differentiate a data structure in two types, that is primitive data structure and non-primitive data structure. Primitive data structure വരുന്നതാണ് നിങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻറ്റിജർ, ഫ്ലോട്ട്, char ആൻഡ് പോയിന്റേഴ്സ്. ഈ നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്: ലീനിയർ ഡാറ്റ ടൈപ്പ് ആൻഡ് നോൺ ലീനിയർ ഡാറ്റ ടൈപ്പ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്യൂ എന്ന് പറയുന്നത് ലീനിയർ ഡാറ്റ ടൈപ്പ് ആണ്. ക്യൂക്ക് പുറമെ അറേ, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക് ഇതും കൂടിയുണ്ട്. നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ ഒരു ഹൈറാർക്കിക്കൽ ഫാഷനിൽ ഡാറ്റേനെ സ്ട്രക്ചേർഡ് ചെയ്തതാണ്. അതായത് എക്സാമ്പിൾ ട്രീ ആൻഡ് ഗ്രാഫ്. Next one is we can go into the linear data structure, that is Q. Q means it is a linear data structure. It is used for storing temporary storage of data values. Then a new element is added at one end called rear end. ഈ ക്യൂവിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഒരു ന്യൂ എലമെന്റ് ക്യൂവിന്റെ ഒരു എൻഡിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആഡ് ചെയ്യുന്ന എൻഡിനാണ് പറയുക റിയർ എൻഡ്. ഞങ്ങൾ അതേപോലെ തന്നെ ഒരു എക്സിസ്റ്റിംഗ് എലമെന്റ്സിനെ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു എൻഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. ആ എൻഡിനെയാണ് നിങ്ങൾ എന്ത് പറയാ? ഫ്രണ്ട് എൻഡ്. അതായത് ഫ്രണ്ട് എൻഡിലൂടെ ഒരു എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ ഒരു ന്യൂ എലമെന്റിനെ ആഡ് ചെയ്യുന്നത് റിയർ എൻഡിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യൂ ഫോം ചെയ്യുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രോപ്പർട്ടിയാണ്. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു ക്യൂ ഉണ്ട്. ഈ ക്യൂവില് certain എലമെന്റ്സ് ഉണ്ട്. ആ certain എലമെന്റ്സിൽ 34 ആണ് ഫസ്റ്റ് ഡിലീറ്റ് ആവുക. അതേപോലെ ഇപ്പം ന്യൂ ആയിട്ട് കം ചെയ്ത എലമെന്റ് ആണ് 42. ഓക്കെ, ഇതാണ് ഒരു ബേസിക് അബൌട്ട് ക്യൂ. The next one, what are the operations? ഒരു ഏതൊരു ഡാറ്റ സ്ട്രക്ചർ ആയാലും നമുക്ക് എന്ത് ചെയ്യണം? ആ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ഓരോരോ എലമെന്റ്സ്, പർട്ടിക്കുലർ എലമെന്റ് ആ ഒരു ഡാറ്റ സ്ട്രക്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഐറ്റത്തിന് ആ ഒരു ക്ലൂയിലേക്ക് പ്ലേസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? ഇൻസേഷൻ, അല്ലെങ്കിൽ ഇൻസേഷന് വേറൊരു പേരും കൂടി പറയും എൻ ക്യൂ എന്ന്. ആ ഒരു ക്യൂവിന്റെ എൻഡിലേക്കാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇൻസേർട്ട് എന്ന്. അതുകൊണ്ടാണ് എൻ ക്യൂ എന്നറിയപ്പെടുന്നത്. അതായത് ആ ഒരു എൻഡിൽ എന്താ പറയാ? റിയർ എന്നാണ് പറയാ. ഈ ഒരു ഇവിടെ ഒരു 4 പേഴ്സൺ ഉണ്ട്. ഒരു ഫിഫ്ത്ത് ഒരു പേഴ്സൺ വന്നാൽ അത് റിയർ എൻഡിലേക്കാണ് അയാളെ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേഷൻ ആണ് ഡിലീഷൻ. ഈ ഡിലീഷൻ ഓപ്പറേഷൻ എന്താ ചെയ്യുക? സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഒരു എലമെന്റ്, പർട്ടിക്കുലർ എലമെന്റ് ആ ക്യൂവിൽ നിന്ന് റിമൂവ് ചെയ്യുക ചെയ്യുന്നത്. റിമൂവ് ചെയ്യുന്നത് ഡിലീഷൻ ഓർ ഡി ക്യൂ എന്ന് പറയും. ഒരു ക്യൂവിന്റെ അതർ എൻഡിൽ നിന്നാണ് ഈ ക്യൂ, അതായത്